ഒരു കൂട്ട മോങ്ങലിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അറിഞ്ഞില്ലായിരുന്നു? അറിയേണ്ട കാര്യമല്ലേ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. കേട്ടില്ലേ? വ്യാജ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? എന്തെങ്കിലും നല്ല ഗുണമുള്ള കാര്യത്തിന് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്? അല്ല. പറവൂർ തൊപ്പിയുടെ വാക്കും കേട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിറങ്ങി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചതാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വെറുതെ അങ്ങ് പോവുകയല്ല ചെയ്ത. പിങ്ക് പോലീസിന്റെ വണ്ടിയടിച്ച് തകർക്കുന്നു, വെറുതെ നിന്ന പോലീസുകാരുടെ തലയ്ക്കടിക്കുന്നു, അവരുടെ ഷീൽഡ് അടിച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ വീരോചിതമായിട്ടുള്ള ഒരു പ്രഹസന സമരം നടത്തി. എന്നിട്ട് ഞാൻ ഒരു വ്യാജം പ്രസിഡന്റാണ്, എന്നെ ആരും തൊടില്ലെന്നാണ് കരുതിയത്. പക്ഷേ നിയമം ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. തോന്നിവാസവും പൊതുമുതലും നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ യൂത്തിന്റെ വ്യാജ പ്രസിഡന്റ് ചമഞ്ഞങ്ങ് നടന്നാൽ ഇവിടെ ആരും എന്നെ തൊടില്ല എന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. അതാണിപ്പോൾ പൊളിച്ചെഴുതിയിട്ടുള്ളത്. പുലർച്ചെ വീട്ടിലെത്തിയാണ് പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഉടനടി മുൻ പ്രസിഡന്റും പുതിയ പ്രസിഡന്റിന്റെ ഗോഡ് ഫാദറുമായിട്ടുള്ള ഷോഫിക്കയുടെ ഡയലോഗാണ് കെങ്കേമം. രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക്, അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു. എന്തേ അറസ്റ്റ് ചെയ്തില്ല? വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതെന്തിനാണെന്ന് പോലീസ് കൃത്യമായി വ്യക്തമാക്കും. അതായത് ക്രമസമാധാന പ്രശ്നം എന്നൊരു സംഭവമുണ്ട്. അതായത് രാവിലെ ആൾക്കൂട്ടത്തിനിടയിൽ വലിയ ഷോ ഓഫ് കാണിച്ച് മാധ്യമ വാർത്തയൊക്കെ സൃഷ്ടിച്ച് അറസ്റ്റ് ഒഴിവാക്കുന്നതാണ് കാര്യം. പോലീസിന് ഈ നടപടി നടപ്പാക്കാനായിട്ട് അവർക്ക് ഈ ആൾക്കൂട്ടമുണ്ടായാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വഴി സ്വീകരിക്കുന്നത്. എന്തായാലും പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഇനി ഏത് വ്യാജ പ്രസിഡന്റ് ആയിരുന്നാലും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉണ്ടാകും. അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോങ്ങിയിട്ട് കാര്യമില്ല. നേരെ കോടതി പോയി ജാമ്യം എടുക്കുകയാണ് വേണ്ടത്. അതിന് പിന്നെ ഒരു 10 ഗീർവാണ ഡയലോഗും 10 തെറിയും പുലഭ്യവും പിണറായി വിജയനെതിരെ വിളിച്ചോളൂ. കാര്യം മാപ്രകൾക്ക് ആവശ്യം അതാണ്. അത് വിളിച്ചെന്ന് കരുതി കേസ് നൂരിപ്പോകാൻ പറ്റില്ല. ഷോ ഓഫ് കാട്ടിയാൽ, സമരമെന്ന പേരിൽ എന്ത് തോന്നിവാസവും കാട്ടിയിട്ട് അങ്ങ് ഞെളിഞ്ഞ് നടക്കാമെന്ന് ആരും കരുതരുത്. ഇതുപോലുള്ള പണികൾ പിന്നാലെ വരുമെന്ന് മുൻപും പറയുന്നുണ്ട്. അതിപ്പോൾ നടപ്പാകുമ്പോൾ അടിവരയിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഷോ ഓഫ് അല്ല സമരം. സമരങ്ങളും പ്രതിഷേധങ്ങളും ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം, അല്ലാതെ ഇമാതിരി ഊളത്തരങ്ങൾക്കാകരുത്. അങ്ങനെ കാട്ടിയാൽ ഇതായിരിക്കും അവസ്ഥയെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുക.